ഹായ്, നമസ്കാരം. നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആക്സിഡൻറ്റുകളും അതുപോലെ സ്ഫോടനങ്ങളും. നേരത്തെയൊക്കെ നമുക്ക് ബൈ റോഡിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് ആക്സിഡൻ്റ് ഉണ്ടായേക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുള്ളായിരുന്നു. ഇപ്പം ഒരു 2 വീക്കായിട്ട് അല്ലെങ്കിൽ ഒരു 1 ഇയറായിട്ട് കേൾക്കുന്നത് മൊത്തം ഫ്ലൈറ്റുകൾ കൂട്ടിയിടിക്കുക, അല്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ നിയന്ത്രണം വിട്ട് താഴെ പോവുക, ഇങ്ങനെയൊക്കെയുള്ള ആക്സിഡൻറ്റുകളാണ് കൂടുതലും ഇന്ത്യയിലിപ്പോൾ അറിയപ്പെടുന്നതായിട്ടുള്ള ന്യൂസുകൾ. ഇതൊന്നും ഒരു വ്യക്തിയിൽ എന്താ പറയുക തീരുന്ന ഒരു അപകടമല്ല. ഏകദേശം 100 തൊട്ട് 350 ആളുകളെയും കൊണ്ട് പോകുന്ന ഒരു വാഹന വ്യൂഹമാണ് ഈ പറയുന്ന ഫ്ലൈറ്റ്. ഇതിനെ പരിപാലിച്ച് ഇതിൻ്റെ നിയന്ത്രണം അത് കൈകാര്യം ചെയ്തു പോകുന്ന പൈലറ്റുമാർ അവരുടേതായ രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ്. അവർക്ക് അവരുടേതായ കുറേ ഇമോഷൻസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ തീർക്കേണ്ട ഒരു പ്ലാറ്റ്ഫോം അല്ല ഈ പറയുന്ന നിയന്ത്രണം നടത്തുന്ന ഏരിയ. അപ്പോൾ നമ്മുടെ ഹൈദരാബാദോ ഏതൊരു ഫ്ലൈറ്റ് ഇപ്പോൾ ആക്സിഡൻറ്റിൽ ഫ്ലൈറ്റ് താഴെ വീഴുകൊണ്ട് സംഭവിച്ചതിൽ മെയിനായിട്ടൊരു കാര്യം പറഞ്ഞത്, അതിൻ്റെ ഫ്ലൈറ്റ് നിയന്ത്രിച്ച പൈലറ്റുമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീസലിൻ്റെ പ്രശ്നം, അത് ഡീസലിൻ്റെ സ്വിച്ച് ഓഫ് ആക്കിയത് എന്തിനാണെന്ന് ചോദിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അകത്ത് അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഈ ഒരു സംഭവമില്ലേ, അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ഘടകം എല്ലാം തന്നെ നമ്മൾ ആദ്യം തന്നെ നടത്തേണ്ട ഒരു ഇതുണ്ട്. ഇൻ്റർവ്യൂ സമയങ്ങളിലൊക്കെ ഈ അബ്നോർമലായിട്ടുള്ള ആളുകൾ ഒക്കെയാണ് ഈ ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്ന പൈലറ്റുമാരായിട്ട് വരുന്നതെങ്കിൽ അവരുടെ ഇമോഷൻസും അതേപോലെ അവരുടെ സ്വഭാവം ഒന്നും കാണിക്കേണ്ട ഒരു സ്ഥലമല്ല ഇതിൻ്റെ നിയന്ത്രിക്കുന്ന ആ ഒരു സ്ഥലം. ഇത് ഏകദേശം ഇത്രയും ആളെയും കൊണ്ട് പോകുന്ന ഒരു വാഹനം വ്യൂഹമാണ്. അത് നിയന്ത്രണം ഏകദേശം ആകാശത്തൂടെ പോകുന്ന സാധനത്തിൻ്റെ ഒരു നിയന്ത്രണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തിരിക്കുന്ന ആളുകളുടെ ജീവന് സത്യത്തിൽ ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള ഒരു നിയന്ത്രണത്തിലൂടെ പോകുന്നൊരു സംഭവമാണ്. അതിൻ്റെ സ്വിച്ച് ഓഫ് ആക്കുക അല്ലെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളിൽ ഇത് കാണിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇനിയിപ്പോൾ ആൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും നമുക്കതിൻ്റെ ആളുകളുടെ അടുത്തൊന്നും പറയാനില്ല. അതിൻ്റെ ആ ഒരു ഏജൻസി ഉണ്ട്, അവരെ റിക്രൂട്ട്മെൻറ്റ് ചെയ്തേക്കുന്ന ഏജൻസി. ആ ഏജൻസി ഇനിയും ഒരുപാട് പൈലറ്റുമാരെ റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് അവരുടെ എക്സ്പീരിയൻസ് മറ്റു കാര്യങ്ങളിലും എല്ലാം ആയിട്ടായിരിക്കും ഈ ഒരു മേഖലയിലേക്ക് കയറ്റുന്നത്. നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ടുള്ള ഒരു അഭിപ്രായമായിട്ട് പറയാം, ഒരു പൗരൻ എന്ന നിലയ്ക്കുള്ള ഒരു അഭിപ്രായമായിട്ട് പറയാം. നിങ്ങളൊരാളെ നിയന്ത്രണത്തിലേക്ക് ഇതിൻ്റെ ഇതിൽ എടുക്കുമ്പം അവർ മതിയായ രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആണോ നോക്കുക, പിന്നെ അവരുടെ സ്വഭാവം എന്താണെന്ന് നോക്കുക. BP അതുപോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ടീമുകളാണെങ്കിൽ ഈ വക ജോലിയിലേക്ക് ഇറക്കാതിരിക്കുക. പിന്നെ ഈ മരിച്ചു പോയിരിക്കുന്ന ആളുകൾക്ക് ഏകദേശം ഒരു ഫ്ലൈറ്റ് ആക്സിഡൻറ്റിൽ ഫ്ലൈറ്റ് ബ്ലാസ്റ്റ് ചെയ്തിട്ട് മരിക്കുക അങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറഞ്ഞാൽ ഏകദേശം 10 CR എബോവ് ആണ് ഒരാൾക്ക് കിട്ടേണ്ടത്. അപ്പോൾ അത് ഇതുവരെ നമ്മുടെ ഏകദേശം മരിച്ചേക്കുന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്ത് വെച്ച് നോക്കുന്ന ഒരു 650-700 പേർക്ക് മേളിൽ ഇതുവരെ 1 ഇയറിനുള്ളിൽ ആക്സിഡൻ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കണക്ക് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ അത്രയില്ല, 400 പേരെങ്കിലും കാണും. ഇവർക്കെല്ലാം ഏകദേശം കിട്ടേണ്ട ക്ലെയിമിങ് ഈ പറയുന്ന 10 CRന് മേളിലേക്കാണ് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ചെയ്ത് കൊടുക്കേണ്ടത്. ഇതൊന്നും കിട്ടിയിട്ടുണ്ടോ, ഇനി അത് കൊടുത്തിട്ടുണ്ടോ, ഇനി എന്താണെന്നും അറിയില്ല. അതൊന്നും നമ്മളെ കാര്യങ്ങളല്ലല്ലോ. ഈ പറയുന്ന ചാനലുകാർക്ക് ബ്ലാസ്റ്റിങ് നടക്കുന്ന സമയവും പിന്നെ അത് താഴെ വീഴുന്ന സമയവും പിന്നെ അതിൻ്റെ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയവും മറ്റു കാര്യങ്ങളൊക്കെയോ അവർക്ക് എടുക്കാനുള്ളൂ. പിന്നീട് അതിൻ്റെ അകത്ത് വരുന്ന വീഴ്ചകളും പിന്നെ അവരുടെ ക്ലൈമിങ്ങും അതും ഇതുമെല്ലാം നടക്കുന്നുണ്ടോ, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊന്നും ചാനലുകാർക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എന്തിനേറെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഈ നമ്മൾ വയനാട്ടിലുണ്ടായ ദുരന്തത്തിന് ശേഷം അവിടെ രണ്ടാമത്
ഒരു ഇതുണ്ടായി, പ്രളയം, രണ്ടാമത് പ്രളയമല്ല, രണ്ടാമതൊരു മണ്ണിടിച്ചിൽ ഉണ്ടായ സമയത്ത് അവിടെയുള്ള ആളുകൾക്ക് ഒന്നൊരു അനുഭവത്തിൽ കുറേ ബുദ്ധിമുട്ട് സഹിച്ച് നിൽക്കുന്ന ആളുകളാണ്. രണ്ടാമത് വീണ്ടും അവർ ഈ പറയുന്ന എന്താ പറയുക, മണ്ണിടിച്ചിലുണ്ടായി, അവർക്കൊരു ലക്ഷ്യം, സുരക്ഷിതത്വം ഇല്ലാതെ. ഞാൻ വരാമ പറയട്ടെ, വരാം. സുരക്ഷിതത്വം സുരക്ഷിതത്വം ഇല്ലാതെ ഉള്ള രീതിയിലാണ് കണ്ടേക്കുന്നത്. കാരണം അതിന് വീണ്ടും അവർക്ക് ചെല്ലാൻ പറ്റി. അവിടെ വീട് പോയേക്കുന്ന ആളുകൾക്ക് വീട് കിട്ടിയോ, അതല്ലെങ്കിൽ അവരുടെ വാഹനങ്ങൾ പോയേക്കുന്ന ആളുകൾക്ക് വാഹനങ്ങൾ കിട്ടിയോ, നിത്യ തൊഴിൽ ഇല്ലാതായിട്ടുള്ള കുറേ ജനങ്ങൾ അവിടെ ഉണ്ട്. അവർക്ക് എന്തെങ്കിലും അവർക്ക് ജീവിക്കാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗം കിട്ടിയോ, ഇതൊന്നും അന്വേഷിക്കാനായിട്ട് പിന്നീട് ഒരു ചാനലും അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ മറ്റേ മിലിറ്ററിയുടെ ഒരു വലിയൊരു ടീം അവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് ചാനലുകാർ കവർ ചെയ്ത് ഭയങ്കര സപ്പോർട്ടിൽ പാലം വെക്കാനും ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് സപ്പോർട്ടിൽ നിന്നു വയനാട്ടിൽ. പിന്നീട് ആ പാലം അവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ അകത്ത് ഏതൊരു ചേട്ടൻ ഭയങ്കരമായിട്ട് വിഷമം പറയുമ്പോൾ ആ പാലത്തിൻ്റെ താഴെ നിന്നിട്ടാണ് വിഷമം പറഞ്ഞത്. അപ്പോൾ പാലം അവിടെ ഉണ്ട്. അവിടെ ഉള്ള ജനങ്ങൾക്ക് വീടും മറ്റു കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കാനായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ കുറച്ച് ആളുകൾ, എന്താ പറയുക, ഓൺ പ്ലാറ്റ്ഫോമിലുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു ചാനലുകാരും അതിൻ്റെ പുറകെ പിന്നെ അവർക്കൊരു വീട് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും അന്വേഷിച്ച് ഇതുവരെ പോയിട്ടതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോഴത്തേക്ക് ആ പ്രശ്നത്തിനെ ജസ്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് നമ്മുടെ ഏഷ്യാനെറ്റ് അതുപോലെ ചാനലുകാർ, ന്യൂസ് റിപ്പോർട്ടിംഗ് ചാനലുകളുടെ മെയിൻ കടമ. അതിനപ്പുറം അതിൽ ഒരു പ്രളയം ഉണ്ടായിട്ടാണ് അങ്ങനെ ഒരു സംഭവം നടന്നേക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് മരിച്ചു പോയേക്കുന്നവരുടെയോ അല്ലെങ്കിൽ വീട്, വസ്തു, വാഹനങ്ങൾ ഇതുപോലുള്ള അവർ അധ്വാനിച്ചുണ്ടാക്കിയേക്കുന്ന സാധനങ്ങളിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അതൊന്നും യാതൊരുവിധ അവരുടേതായ ഒരു ഇതല്ല. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരാൾ ഒരു കാറ് മേടിക്കണമെങ്കിൽ ഏകദേശം അവരുടെ ഒരു സാധാരണ ഫാമിലി എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിക്കോട്ടെ, ആ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ 10 വർഷത്തെ ആളുടെ അധ്വാനത്തിൽ നിന്നാണ് ആളുടെ EMI കട്ടായി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതപ്പോൾ ഒരു സാധാരണ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനല്ലാത്ത സാധാരണ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തിട്ട് ഒരു കാറ് മേടിക്കുന്ന ഒരാളുടെ ഒരു വലിയ ആഗ്രഹമാണ് ഒരു കാറ് മേടിക്കുക എന്ന് വെച്ചാൽ. ആ കാറ് ഇതുപോലെ ഒരു പ്രളയത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കൊടുത്ത് മേടിച്ച വണ്ടിയാണെങ്കിൽ പോലും ഇൻഷുറൻസിൻ്റെ ആ ഒരു ടീമുമായിട്ട് പിന്നെ ഒരു മൽയുദ്ധമാണ് നടത്തേണ്ടത്. ആ വണ്ടി തിരിച്ചൊരു വണ്ടി അതേപോലെ ഒരു വണ്ടിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും ആരും അന്വേഷിക്കാനുമില്ല. അതിൻ്റെതായ രീതിയിൽ ഒരു സപ്പോർട്ട് ചെയ്യാനും ഒരു ചാനലുകളും പോവില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നമ്മൾ ഓരോരോ മേഖലയിലേക്ക് ഇറങ്ങുമ്പോഴും ആ ഓരോ സ്ഥലങ്ങളിലും അവിടെ അതിൻ്റെതായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രളയം നടന്നിട്ട് കുറച്ച് ജനങ്ങൾക്ക് വീടും ജീവഹാനിയും കൂടപ്പിറപ്പുകളും ബന്ധുക്കളും എല്ലാം മരിച്ചിട്ടും അവർക്ക് കടത്തിണയിലും അതുപോലെയുള്ള രീതിയിൽ കിടന്ന് ശീലമില്ലാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴും അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ ഭരണകൂടം. അതിൻ്റെ യാതൊരുവിധ സപ്പോർട്ടുകളും കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് കുറച്ച് ആളുകളുടെ അഭിപ്രായങ്ങളും പറച്ചിലുകളും. അപ്പോൾ ഇതിനോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല. നമ്മൾ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക. നമ്മളാരും ഇവിടെ എല്ലാം പൂർണ്ണതയാക്കിയിട്ട് എല്ലാം നമുക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടൊന്നും നേടണ്ട. കോടികളുടെ ആസ്തികളുള്ള ആളുകളും ഈ മരണപ്പെട്ട് കഴിഞ്ഞാൽ പോകുന്ന ആംബുലൻസിലാണ്. ചിലപ്പോൾ അവൻ ജീവനോടെ ഇരിക്കുമ്പോഴത്തേക്ക് അവന് ലംബോർഗിനി കാണും, റോൾസ് റോയ്സ് കാണും, എല്ലാ വണ്ടിയും കാണും. ഈ വണ്ടിയെല്ലാം അവൻ്റെ പുറകിലേ പോവുള്ളൂ. അവനെ കൊണ്ടുപോകുന്നത് ആംബുലൻസിൽ ആയിരിക്കും. ഏകദേശം
പറയുകയാണെങ്കിൽ 10-14 ലക്ഷം രൂപയുടെ ഒരു ആംബുലൻസിലായിരിക്കും മരണം വന്നു കഴിഞ്ഞാൽ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത്. അതിൻ്റെ പുറകിൽ അവൻ ജീവനോടെ ഇരുന്ന കാലത്ത് പോയിക്കൊണ്ടിരുന്ന വണ്ടികൾ പുറകിലേ പോവുള്ളൂ. അത് വേറെ ആളുകളായിരിക്കും നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഉള്ള സമയം എല്ലാവർക്കും സഹായിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുണ്ടോ കൊടുക്കുക. ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് 1000 രൂപ ഉണ്ടെങ്കിൽ 1000 രൂപ നമുക്ക് തന്നെ തികയുന്നില്ല. അപ്പോൾ ആവശ്യത്തിലേറെ ക്യാഷ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ പരസ്പരം സഹായിക്കുക. നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വീട് പോയ ആളുകൾക്കൊക്കെ കൊടുക്കുക. എനിക്കിപ്പം എന്തെങ്കിലുമൊക്കെ രീതിയിൽ നല്ലൊരു എമൗണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സഹായിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പല കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട്. അപ്പോൾ ഉള്ളവരുണ്ടെങ്കിൽ സഹായിക്കുക. ഞാൻ കുറച്ച് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചതിൽ എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ ആരെങ്കിലും സംസാരത്തിൽ വളരെ ഇതായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഈ ഇനിയുള്ള പ്രളയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പരസ്പരം കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ മറന്നു പോകാതിരിക്കുക. ആ ഒരു സമൂഹം, ആ ഒരു ജനത അവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പായിട്ടോ അല്ലെങ്കിൽ അവരുടെ സ്ഥലങ്ങളിലേക്ക് ഇടയ്ക്കൊക്കെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ചെല്ലുക. അവർക്ക് വീട് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞ വാഗ്ദാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് ഈ ചാനലുകളും അതുപോലുള്ള ആളുകളൊക്കെ ചെല്ലുക. ഇന്നും ഞങ്ങളുടെ നാട്ടിൽ ഇടുക്കി ജില്ലയിൽ ഒരു മേൽഗതിയും കിട്ടാത്ത നിൽക്കുന്ന നമ്മുടെ ആദിവാസി കോളനികളുണ്ട്. ഒരു മേൽഗതിയില്ല ഈ ഇടുക്കി ജില്ലയിൽ. ആദിവാസി കോളനികൾ കുറച്ച് സ്ഥലങ്ങളുണ്ട്, മേൽഗതിയില്ല. അവർ നടന്നാണ് പോകുന്നത്. അവർക്ക് ടാറിങ് ചെയ്ത വഴിയില്ല. അവരുടേതായ രീതിയിലുള്ള ജീവിക്കാനുള്ള വരുമാനമില്ല. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞാൻ കണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ. നമ്മളിപ്പം അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആരും ആഗ്രഹിക്കുന്ന കാര്യമാണ് കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കാനായിട്ട്. ആരും ആഗ്രഹിക്കില്ല വഴിയഴിയിലും അതേലും പുഴയുടെ വക്കിലും മറ്റിടത്ത് അവിടെ ഇവിടെയൊക്കെ പോയി കിടന്ന് ജീവിക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നതല്ല. അവരുടെ സ്വഭാവം കൊണ്ടും അല്ലെങ്കിൽ അവരെ അകറ്റി നിർത്തിയേക്കുന്നതും കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അവരുടെ റിയാലിറ്റിയിലേക്ക് അങ്ങനെ ഒരു ചിന്ത വന്നു കയറി കഴിഞ്ഞാൽ നമുക്കിനി ഒന്നും ആവാൻ പറ്റില്ല, ഇല്ല നമ്മളെ കൊണ്ട് പറ്റത്തില്ലാത്ത കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള തോന്നൽ അവരിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവരായിട്ട് ജീവിച്ചു പോകുന്നത്. പക്ഷെ അങ്ങനെ ചിന്തിക്കല്ലേ, നമുക്കും എല്ലാം പറ്റും, നമുക്കും എല്ലാം നേടിയെടുക്കാൻ പറ്റും. നമ്മൾ വിചാരിച്ചാൽ എന്തും നടക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും. അതേസമയം നമ്മളെ കൊണ്ട് പറ്റില്ല, നമ്മൾ വിചാരിച്ചാൽ അങ്ങനൊന്നും ആവാൻ പറ്റില്ല, നമ്മൾ സാധാരണക്കാരല്ലേ എന്ന് വിചാരിക്കുന്ന ആളുകൾ അവരുടെ ഒരു ലൈഫ് എന്ന് വെച്ചാൽ കുറച്ച് താഴ്ന്ന തട്ടിലേക്ക് താഴോട്ട് താഴ്ന്നു പോകും. പക്ഷെ ഏറ്റവും താഴെ തട്ടി നിൽക്കുന്ന ആളുകളും വിചാരിക്കേണ്ടത് ഞാൻ വിചാരിച്ചാൽ എന്തും ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്ക് ഏത് ലെവലിലേക്ക് എത്താനും പറ്റും. അതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം നേടിയെടുത്ത ആളുകളുണ്ട്. അതേപോലെ തന്നെ എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത രീതിയിലേക്ക് വന്നേക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതെല്ലാം കുറച്ചൊക്കെ നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നം കൊണ്ടുമായിരിക്കാം, കുറച്ചൊക്കെ നമ്മുടെ റിയാലിറ്റി ലൈഫിൽ നമ്മൾ ആരാവണം എന്നുള്ള കാര്യം നിയന്ത്രിക്കുന്നത് പടച്ച തമ്പുരാനാണ്. നമുക്ക് ഇന്നിപ്പോൾ എല്ലാം ഉണ്ടായിരിക്കാം, നാളെ നമുക്ക് ഒന്നും ഇല്ലാതാവാം. അതെല്ലാം തീരുമാനിക്കുന്നത് അത് ഒരേ ഒരാളുടെ ഒരു തീരുമാനമാണ്. പടച്ച തമ്പുരാൻ, ദൈവം തമ്പുരാൻ്റെ ഒരേ ഒരു തീരുമാനമാണ് അങ്ങനെ നടക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വോയിസ് കുറച്ചെങ്കിലും നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്ത് അങ്ങനെ വലിയ ശീലമില്ല, ഇതിൻ്റെ അത് പോരായ്മകളുണ്ടായിരിക്കാം, കുറച്ചിൽ കണ്ടിട്ടില്ലായിരിക്കാം, അതിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ കേട്ടിട്ട് ക്ഷമിക്കുക. അല്ലാത്തവരുണ്ടെങ്കിൽ ആർക്കെങ്കിലും പോസിറ്റീവായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കൊരു കമൻ്റ് ഇടുക, ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കാര്യം. അപ്പോൾ നാളെ കാണാം കേട്ടോ. 20 മിനിറ്റ് ഒരു സമയം കിട്ടിയേക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതാണ്.
എന്തെങ്കിലും കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അറിയിക്കുക. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു സർവറിൽ സേവ് ആകുക, അതൊക്കെ നമുക്ക് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. സപ്പോർട്ട് കിട്ടിയവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും വീഡിയോസ് പറയണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.